ഞങ്ങൾ 2 സ്ഥാനാർത്ഥികളാണ്. നാളെ വിധി പറയും. എനിക്ക് 2 പേർക്കൊരു പ്രത്യേകത എനിക്ക് തോന്നി. ഞാൻ തോറ്റാൽ ഞാൻ ex-MP, ഇപ്പോഴും ex-MP. അദ്ദേഹം തോറ്റാൽ അദ്ദേഹം ex-MP. നമ്മൾ രണ്ടാളും തോറ്റു കഴിഞ്ഞാൽ ex-MPമാരായിരിക്കും. അത് ഉറപ്പാണ്. അതിലപ്പുറം പോകാനില്ലല്ലോ, എവിടെയും പോകാനില്ലല്ലോ. അപ്പം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകളെന്ന് അന്നുകൊണ്ട് ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും എനിക്കില്ല കേട്ടോ. എന്താ കാരണം എന്നറിയോ? ഞാനൊരു പഴയ ഫുട്ബോൾ കളിക്കാരനാണ്. ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ പോകുമ്പോൾ നമ്മൾ ജയിക്കാനാണ് പോകുന്നത്. ജയിക്കാൻ പോയാൽ ചിലപ്പോൾ നന്നായി കളിച്ച് തോറ്റുപോകും. നമ്മളെ പത്രക്കാർ എഴുതുന്നില്ലേ, നന്നായി കളിച്ചു പൊരുതി തോറ്റുപോയി. മെസ്സിയുടെ കിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? മെസ്സി ഇടത്തെ കാലം ഉണ്ടാകുമെങ്കിലും ഞാൻ വലത് കാലം ഉണ്ടാ കിക്ക്. ആ കിക്ക് മിക്കവാറും ഗോളാവും. അപ്പം ഞാൻ കിക്ക് ചെയ്തിട്ട് ഗോളായില്ലെന്ന് വെച്ചോ, രക്ഷപ്പെടുത്തിയെന്ന് വെച്ചോ, ആയിക്കോട്ടെ, വരട്ടെ. ആ കളിക്കാരൻ്റെ വീര്യത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിധി കാത്തു നിൽക്കുന്നത്. ഒന്നുകിൽ ജയം, അല്ലെങ്കിൽ നന്നായി കളിച്ചു തോറ്റ് എന്ന മനസ്സിൻ്റെ സന്തോഷം. ഇത് രണ്ടും ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് 2 പേർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ശശി തരൂർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. രാഷ്ട്രീയം വേറെയാണ്, വ്യക്തിബന്ധം വേറെയാണ്. വ്യക്തിബന്ധത്തിൽ ഒരിക്കലും മറ്റൊന്നും കലർത്താത്ത ഒരാളാണ് ഞാൻ. അതെനിക്കിഷ്ടമല്ല. വ്യക്തിയെ വ്യക്തിയായി കാണണം. ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ ആദ്യം മനസ്സിൽ കാണണം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തലസ്ഥാനത്ത് 2 പേരെയും കൂട്ടി കാർട്ടൂണിസ്റ്റുകൾ ഈ വിളിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ്. സുധീർനാഥനും കാർട്ടൂണിസ്റ്റുകൾക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അവസാന ഘട്ടത്തിൽ, കാരണം 4-ാം തീയതി വോട്ടെണ്ണെന്ന് 3-ാം തീയതി വൈകുന്നേരം വിളിച്ചത്. പല സ്ഥാനാർത്ഥികളിങ്ങനെ വിറച്ചിരിക്കുകയായിരുന്നു, എന്താവും. എനിക്കൊരു വെറിയുമില്ല, മനസ്താപവുമില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ രണ്ടാളും ഇന്ന് പരിപാടിയിലുണ്ടായിരുന്നു. ഒരുമിച്ചല്ല, വേറെ. ഞാൻ വൃക്ഷത്തൈ കൊടുക്കുന്ന പരിപാടി, അതുപോലെ കുട്ടികളുടെ പ്രവേശനോത്സവം, അദ്ദേഹം രാവിലെ ഒരു സമര പരിപാടി AGS ഓഫീസിന് മുമ്പിൽ. നമ്മൾ ഫീൽഡിലാണ്. കാരണം രാഷ്ട്രീയക്കാർക്ക് തിരിച്ചടികൾ എന്ന് പറയുന്നൊരു പുതുമയല്ല. ഏത് തിരിച്ചടിയും നേരിടാനുള്ള മനക്കരുത്തിലെ രാഷ്ട്രീയക്കാരനാവും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തുടങ്ങിയപ്പം എനിക്ക് തോന്നിയത് എത്ര ദിവസം ഞാൻ പോവുമോ. ശശി തരൂർ തുടങ്ങുന്നതിനും 1 മാസം മുമ്പ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയതാണ്. വണ്ടീൻ്റെ മേലെ നിപ്പില്ലേ, വല്ലാത്ത നിപ്പില്ലേ, അത് കൊടും വെയിലിൽ നിപ്പല്ലേ, കാല് മന്തുകാല് പോലായി. പലരും പറഞ്ഞു പ്രയാസമുണ്ടോ? ഏത് പ്രയാസവും മനക്കരുത്തുണ്ടെങ്കിൽ നേരിടാമെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എനിക്കൊരു അനുഭവ പാഠമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വലിയ പരിപാടി കേരളത്തിൻ്റെ ആകെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. അതിൽ കേരളം മാത്രമല്ല, രാജ്യവും കാണിച്ചു. ആ രാജ്യത്തിനായാലും ശശി തരൂർ പറഞ്ഞത് നമ്മൾ നോക്കി ചിരിക്കുകയായിരുന്നു. കാരണം ക്രിക്കറ്റ് കളിക്കാരല്ലേ, നമ്മുടെ കയ്യിൽ ക്രിക്കറ്റ് ഉണ്ടല്ലോ. കാരണം സഞ്ജു സാംസൺ 6 റൺസ് എടുത്ത് പുറത്ത് പോയപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടതൊരു ഇടിവെട്ട് പോലെ. സഞ്ജു അങ്ങനെ പോകാൻ പാടില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞത്. പക്ഷെ പോയി, എന്ത് ചെയ്യാനാ? അത് വലിയ ദുഃഖമായിരുന്നു. ഇനി ഇന്ത്യൻ ടീമിൽ അടുത്ത കളികളിൽ സഞ്ജുവിനെ കളിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. കളിപ്പിക്കണം നമ്മൾ ആഗ്രഹിക്കുക. കാരണം നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് അതാ സഞ്ജു സാംസൺ. അതുകൊണ്ട് ആ ക്രിക്കറ്റ് കളിക്കാരൻ പറയാന്ന് അപ്പൂപ്പ എവിടെയാണ് പോകുമെന്ന് പറയും. 60 വയസ്സായ വർഷമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾ, മനോഹരമായ കാർട്ടൂൺ, ആ കാർട്ടൂൺ വരച്ച് സുഹൃത്തിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം ആ ഒരു ചിത്രത്തിൽ അദ്ദേഹം വരച്ച് കാട്ടി. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പുതുമ. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.